ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്പേസ് എക്സ്. പൊളാരിസ് ഡോൺ ദൗത്യം പൂർത്തിയാക്കിയ യാത്രികർ സുരക്ഷിതമായി ഞായറാഴ്ച ഭൂമിയിൽ തിരിച്ചെത്തി. 5 ദിവസം നീണ്ടുനിന്ന ദൗത്യത്തെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടമെന്നാണ് നാസ പ്രശംസിച്ചിരിക്കുന്നത്. അമേരിക്കൻ കോടീശ്വര വ്യവസായിയായ ജാരഡ് ഐസാക്മാൻ, സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ അന്ന മേനോൻ, സാറ ഗില്ലിസ്, വിരമിച്ച എയർഫോഴ്സ് പൈലറ്റായ സ്കോട്ട് പൊറ്റിറ്റ് എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ കടന്നു ചെല്ലുന്ന ബഹിരാകാശത്തെ ഏറ്റവും കൂടിയ ദൂരമാണിത്. ബഹിരാകാശ ഗവേഷകരല്ലാത്ത വ്യക്തികൾ നടത്തുന്ന ബഹിരാകാശ യാത്രയെന്ന പ്രത്യേകതയും പൊളാരിസ് ദൗത്യത്തിനുണ്ട്. ഇതിനുള്ള പണം മുഴുവൻ ചിലവാക്കിയത് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ ജാരഡ് ഐസാക്മാനാണ്. എത്ര തുകയാണ് അദ്ദേഹം ചിലവിട്ടത് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ ബഹിരാകാശ ഗവേഷണ മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള നിർണായക ചുവടുവെപ്പാണ് ദൗത്യത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഐസാക്മാനും സാറ ഗില്ലിസിനുമൊപ്പം സ്കോട്ട് പൊറ്റിറ്റ്, അന്ന മേനോൻ എന്നിവരും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട ഡ്രാഗൺ ക്രൂ പേടകം ബഹിരാകാശത്ത് 1400 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ശേഷമാണ് 700 കിലോമീറ്ററിലേക്ക് താഴ്ന്ന് നിലയുറപ്പിച്ചത്. പിന്നാലെ ജാരഡ് ഐസാക്മാനാണ് ആദ്യം പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. പിറകെ സാറ ഗില്ലിസ് ബഹിരാകാശ നടത്തത്തിനായി പുറത്തിറങ്ങി. രണ്ടുപേരും 7 മിനിറ്റ് വീതം ബഹിരാകാശത്ത് ചിലവഴിച്ചു. ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൂടി ചേരുമ്പോൾ 1 മണിക്കൂർ 46 മിനിറ്റ് കൊണ്ട് നടത്തം പൂർത്തിയായി. ജാരഡ് ഐസാക്മാൻ, സാറ ഗില്ലിസ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പൊളാരിസ് പേടകം കുതിച്ചത്. മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് വ്യാഴാഴ്ച ദൗത്യസംഘം ഡ്രാഗൺ ക്രൂ പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. പൊളാരിസ് പ്രോഗ്രാമിൽ തീരുമാനിച്ച 3 വിക്ഷേപണ ദൗത്യങ്ങളിൽ ആദ്യത്തേതാണിത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.